ഹായ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ കോളേജ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് ആക്സസറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എത്ര ഒരുങ്ങിയിട്ടും ഒരു മെന വരാത്തതെന്ന്. പിന്നീടല്ലേ കണ്ടുപിടിച്ചേ ആക്സസറീസിൻ്റെ കുറവാണ് എന്നുള്ളത്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ കാര്യമായിട്ട് ആക്സസറീസ് ഒന്നും വെയർ ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളതുപോലെയൊക്കെ? ഓക്കെ, ഞാൻ ഇന്നിവിടെ എടുത്തേക്കുന്നത് മെബിലിൻ്റെ 123 ഷെയ്ഡ് വരുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഇത് അത്യാവശ്യം ഗ്ലോ തരുന്ന ഒരു ഫൗണ്ടേഷനാണ്. സോ ഓയിൽ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു കോമ്പാക്ട് പൗഡറും കൂടി യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ റീസെൻ്റ് ആയിട്ടാണ് ബ്രഷ് വെച്ചിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. എനിക്കതിൽ നല്ല സാറ്റിസ്ഫാക്ഷനും കിട്ടാൻ തുടങ്ങി. പണ്ടുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, കോളേജിലും സ്കൂളിലും പോകുന്ന കുട്ടികൾക്ക് എന്തിനാണ് മേക്കപ്പ് എന്ന്? ഇവിടെ പഠിക്കാൻ തന്നെയാണോ പോകുന്നത്? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഇതൊന്ന് സ്കിപ്പ് ചെയ്തേക്കൂട്ടോ. നിങ്ങൾക്ക് പറ്റിയൊരു വീഡിയോ അല്ല അത്. സ്കൂളിലേക്കും കോളേജിലേക്കും പണ്ട് നമ്മൾ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്ന കുട്ടികളാണെങ്കിലും കൂടി ഈ ഒരു പറഞ്ഞ കാര്യം എന്തായിരുന്നാലും കേൾക്കാറുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി ഐബ്രോയിലേക്ക് പോയാലോ? എൻ്റെ ഫേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഐബ്രോ എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവാൻ പറ്റാത്തൊരു ഫേസാണ്. കാരണം തീരെ ഷേപ്പും ഇല്ല, ഒരു തിക്നെസ്സും ഇല്ല. ഫസ്റ്റ് 2 സൈഡിലും ഞാൻ താഴെയും മുകളിലുമായിട്ട് ബോർഡർ ബ്ലാക്ക് വെച്ചിട്ടാണ് വരയ്ക്കാം. അതും കൂടി ബ്രൗൺ വെച്ചിട്ട് വരച്ചു കഴിഞ്ഞാൽ ലുക്ക് കുറച്ചുകൂടി നന്നായിരിക്കും. പക്ഷെ എന്തോ എനിക്ക് എവിടെയോ ഒന്ന് തിക്കായിട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സീ ദ ഡിഫറൻസ്, എന്ത് രസമാണ് അല്ലേ? ആ എൻ്റെ ലുക്ക് തന്നെ മാറ്റി മറിച്ച് കളഞ്ഞു. ഇപ്പോഴാണെന്ന് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ മേക്കപ്പ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും സ്കൂളിലും കോളേജിലും പോകുന്ന കുട്ടികൾക്ക് അല്പം മേക്കപ്പ് ഒക്കെ ആവാം എന്നുള്ളതും എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത് ഇല്ലേ? എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതിനിപ്പോൾ കോളേജിലോ ഓഫീസിലോ സ്കൂളിലോ എവിടെയാണെങ്കിലും ശരി, ലാഷ് കളർ മസ്റ്റാണ്. ലാഷ് കളർ കൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് ഉറക്കക്ഷീണാണെങ്കിലോ വയ്യായികയാണെങ്കിലോ ഒക്കെ ഈ ലുക്കൊന്ന് മാറ്റി പിടിക്കാൻ ലാഷ് കളർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഐസിനെ ഒന്ന് ബ്രൈറ്റൻ ആക്കി വെക്കാൻ, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക, ഒന്ന് ഓപ്പൺ ആക്കി വെക്കാൻ പറ്റുന്ന പോലെ ലാഷ് കളറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതെ, സ്കൂളിലാണ് പോകുന്നതെന്നുള്ളൊരു തിരിച്ചറിവ് അത് നല്ലതാട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഐഷാഡോ പാലറ്റിൽ ഏറ്റവും കളർ മങ്ങിയത്, വളരെ ലൈറ്റായിട്ടുള്ള ഒരു കളർ എടുത്തോളൂ കേട്ടോ. ഫസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ സർക്കുലർ മോഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ദെൻ ഒരു സി ഷേപ്പ് താഴേക്ക് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് നമുക്കൊരു കൊറിയൻ ലുക്ക് പിടിക്കാൻ പറ്റും ഇല്ലേ? കൊറിയൻ ലുക്ക് ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? ഇനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പണ്ട് കണ്ണെഴുതിയാലും ഇത് കേൾക്കുമായിരുന്നു. ഇത്രയധികം കണ്ണൊക്കെ എഴുതിയിട്ട് ഇത് എങ്ങോട്ടാ പോകുന്നത്? കണ്ടില്ലേ ആ പെണ്ണ് കണ്ണൊക്കെ എഴുതിയിട്ടാണ് സ്കൂളിലേക്ക് വരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കല്ല കേട്ടോ, എന്നാലും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കേൾക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മസ്കാര അപ്ലൈ ചെയ്യാനേ ഒരു പ്രത്യേക കഴിവ് വേണം. അതുകൊണ്ട് ഞാനത് പ്രോപ്പർ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ അല്ലാണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കോണ്ടോറിങ് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ കോളേജ് കുട്ടികൾക്ക് ആവശ്യമില്ല. പക്ഷേ ചബ്ബി ആയിട്ടുള്ളൊരു കുട്ടിക്ക് കോണ്ടോറിങ് ആവശ്യമാണ്. അപ്പം ഞാൻ വളരെ ലൈറ്റായിട്ടൊരു കോണ്ടോറിങ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോണ്ടോറിങ് വന്നിട്ട് എലേ ഗേൾ എന്ന് പറയുന്ന ഒരു കോണ്ടോറിങ് ആണ്. എനിക്ക് കൂടുതലും ചീക്കിൻ്റെ സൈഡിലല്ല ആവശ്യം, നമ്മുടെ താടിയില്ലേ, താടിയുടെ താഴെയാണ് എനിക്ക് ആവശ്യം. അപ്പോൾ അതൊരു കോൺഫിഡൻസ് ലെവൽ എനിക്ക് കൂട്ടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇനിയിപ്പോൾ കോണ്ടോറിങ് അവോയ്ഡ് ചെയ്താൽ തന്നെ ഒരു ഭൂതം പോലെ ഇരിക്കും. ആ ഒരു ഭൂതം ലുക്ക് മാറിക്കിട്ടാനും കോണ്ടോറിങ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ആളെ നിസ്സാരക്കാരനാക്കി കാണണ്ട. ഒരു പിങ്ക് ഷെയ്ഡ് പിടിച്ചാലോ? എനിക്ക് പിങ്ക് ഷെയ്ഡാണ് ഇഷ്ടം. പക്ഷെ എന്താ അത് മാറ്റ് ആവാനും പാടില്ല. ഫസ്റ്റ് ഒരു ലിപ്പ് ലൈനർ എടുത്തിട്ട് ലിപ്പിൻ്റെ 2 കോർണറിലും ഞാൻ ലൈൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പിഗ്മെൻറ്റേഷനോ ഡാർക്ക്നെസ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ 2 സൈഡിലും ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പോലെ തോന്നും. എനിക്കങ്ങനെയാണ് തോന്നാറ്. ലിപ്പ് ലൈനർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലിപ്പിനെ കുറിച്ചിട്ട് കാര്യമായിട്ടൊരു ബോധം ഉണ്ടായിരിക്കണം. അങ്ങനെ വേണം ചെയ്യാൻ. ഇപ്പോൾ കണ്ടോ, ഞാനത് സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒന്ന് താഴത്തേക്ക് വരച്ച് കാണിച്ചില്ലേ? ലിപ്പ് ഏറ്റവും കൂടുതൽ ചെറുതായിട്ടുള്ളവർക്ക് ഈ ഒരു ടെക്നിക്ക് പിടിച്ചോളൂ.
ബോർഡറിലേക്ക് കണക്കാക്കി തന്നെ ലിപ് ലൈനർ വരയ്ക്കാൻ മാക്സിമം ശ്രമിക്കാം. എന്നാൽ ബോർഡറിനകത്തായാലും കുഴപ്പമില്ല, അത് കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേസമയം പുറത്തേക്ക് ആയി കഴിഞ്ഞാൽ മുറുക്കി തുപ്പിയത് കണക്കായിരിക്കും. ഞാൻ എടുത്ത ലിപ് ക്രയോൺ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ അത് വെച്ചിട്ടാണ് ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ നിൽക്കരുത്. കാരണം നിങ്ങളുടെ സ്കിന്നിൽ ചിലപ്പോൾ പിമ്പിൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓയിൽ സ്കിന്നായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ടെക്നിക്ക് അത്രയധികം വർക്കാവില്ല. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ വർക്കാവുന്നത് വാട്ടർ ടിൻ്റാണ്. എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് വെച്ച് ബ്ലഷ് ഇടുമ്പോൾ ഇത് കുറേ നേരത്തേക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ട്. അത് മാത്രമല്ല ഒരു നാച്ചുറൽ ലുക്കും കിട്ടാറുണ്ട്. പക്ഷെ നമുക്കൊരിക്കലും ലിപ്സ്റ്റിക്കും വാട്ടർ ടിൻറ്റും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. വാട്ടർ ടിൻറ്റിന് അത്രയേറെ ഗുണങ്ങളുണ്ട്. അത് ലുക്ക് തന്നെ മാറ്റിമറിക്കുന്ന ഒരു ടൈപ്പാണ്. നമുക്കൊരു ദിവസം വേണമെങ്കിൽ വാട്ടർ ടിൻറ്റും അതുപോലെ ഈ മസ്കാരയും എല്ലാം കൂടി വെച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്താലോ? നിങ്ങൾ എന്താ പറയുന്നത്? ചെയ്യാല്ലേ? ഏകദേശ പരിപാടികളൊക്കെ സെറ്റാണല്ലേ? പക്ഷെ എന്നാലും എന്തോ ഒരു കുറവ്. ഒന്ന് വാലിട്ട് കണ്ണെഴുതിയാൽ കൊള്ളാൻ തോന്നുന്നുണ്ടോ? നമുക്കൊരു വിങ്സ് കൊടുക്കാം. എനിക്ക് ഐലൈനർ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എത്ര എഴുതിയാലും ശരിയാവാറില്ല. ഈ ഇടയ്ക്കാണ് ചെറുതായിട്ടൊന്ന് വിങ്സ് ഇടാൻ പഠിച്ചത്. എനിക്കെന്തോ അത് സക്സസ് ആയിട്ടും തോന്നിയിട്ടുണ്ട്. നമ്മൾ വിങ്സ് എഴുതുമ്പോഴത്തേക്കും പിന്നെയും നമ്മുടെ ഐസ് ഒന്ന് ബ്രൈറ്റ് ആക്കി വെക്കുന്ന പോലെ തോന്നാറില്ലേ? എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് തോന്നാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ എഴുതുമ്പോൾ ഏറ്റവും ലാസ്റ്റ് മാത്രമേ വിങ് വെക്കാറുള്ളൂ. കാര്യം എന്താ? ഓവറായി പോവുമോ ഇല്ലയോ എന്നറിയണമല്ലോ. അതുകൊണ്ട് എല്ലാ മേക്കപ്പും കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിങ്സ് എഴുതാറുള്ളൂ. ഇപ്പം നമ്മുടെ ലുക്കൊക്കെ ഇവിടെ റെഡിയാണ്. പക്ഷേ എനിക്കധികം ഹെയർ സ്റ്റൈൽ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഞാനൊന്ന് കേൾ ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്, എഡ്ജിൽ മാത്രം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.